ഹലോ മക്കളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൃത്യമായിട്ട് SSLC പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ആദ്യമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്നാമത്തെ ചാപ്റ്ററിൽ 2 പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ഒന്ന് ക്രോമിയവും അതേപോലെ തന്നെ മറ്റൊന്ന് കോപ്പറും, അല്ലെ? ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും അറ്റോമിക് നമ്പർ നമുക്കറിയാം. ക്രോമിയത്തിന്റെ 24 ആണ്, കോപ്പറിന്റെ 29 ആണ്, അല്ലെ? യെസ്. അപ്പൊ ഇതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളിങ്ങനെ 1s2 2s2 2p6 ഒക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എഴുതുക 4s1 ആൻഡ് 3d5 എന്നായിരിക്കും എഴുതുക, അല്ലെ? അതേപോലെ തന്നെ കോപ്പറിൻ്റെത് നമ്മൾ എഴുതുക ഏറ്റവും അവസാനം 4s1 ആൻഡ് 3d10 എന്നായിരിക്കും എഴുതുക. ഒരു കാരണവശാലും മക്കൾ മറന്നു പോരുത്. ഈ ഭാഗത്ത് നിന്ന് നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങളോട് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും സബ്ഷൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ പറയും, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ പറയും. അപ്പൊ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോണിക് വിന്യാസം. അത് കൃത്യമായിട്ട് മക്കള് പഠിച്ചിരിക്കണം. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ്, നിങ്ങൾക്കറിയാം, 7ാമത്തെ ചാപ്റ്ററിൽ 5 റിയാക്ഷൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെ? നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ഏതൊക്കെയായിരുന്നു മക്കളെ? ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം. അതേപോലെ തന്നെ അഡീഷൻ, അല്ലെ? അഡീഷൻ രാസപ്രവർത്തനം. അഡീഷൻ എന്ന് മലയാളത്തിൽ നമ്മൾ അഡീഷൻ തന്നെ പറയും, അല്ലെ? മൂന്നാമതായിട്ട് വരുന്നതാണ് പോളിമറൈസേഷൻ. മലയാളത്തിൽ നമ്മൾ പോളിമറൈസേഷൻ എന്ന് തന്നെയാണ് പറയാം. 5ാമതായിട്ട് വരുന്നതാണ് കമ്പഷൻ എന്ന് പറയും. ഇനിയാണ് നമ്മൾ ജ്വലനം എന്ന് പറയുന്നത്. ഓക്കെ, സോറി, 4ാമത്തത്. 5ാമതായിട്ട് വരുന്നതാണ് ഏത്? തേർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെ? ഇതിനാണ് നമ്മൾ താപീയ വിഘടനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ 5 റിയാക്ഷൻ പഠിക്കാതെ ഒരു കാരണവശാലും മക്കൾ എന്ത് ചെയ്യരുത്? പരീക്ഷയ്ക്ക് പോരുത്. ഓക്കെ, ഈ 5 റിയാക്ഷൻ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക? നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ചിലപ്പോൾ. മാച്ച് ദ ഫോളോയിങ്, അല്ലെ? ഇപ്പൊ ചേരുംപടി ചേർക്കുക എന്നുള്ള ഒരു വിഭാഗത്തിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നമ്മളോട് ഉദാഹരണങ്ങൾ എഴുതാൻ പറയും. അതുകൊണ്ട് തന്നെ ഈ ഓരോ റിയാക്ഷൻസുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഉദാഹരണങ്ങൾ എഴുതാൻ കൂടി മക്കൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരു എക്സെപ്ഷണൽ കേസ് ഉള്ളത് പോളിമറൈസേഷൻ ആണ്. ഓക്കെ, 4 പോളിമറൈസേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെ? ഏതൊക്കെയായിരുന്നു? പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ ആൻഡ് ഐസോപ്രീൻ. ഇങ്ങനെ 4 എണ്ണാണുള്ളത്. അതിൽ 3 എണ്ണം മക്കൾ എഴുതി പഠിക്കണം. ഒന്ന് നമ്മൾ എഴുതി പഠിക്കണം. ഐസോപ്രീന്റെ നമുക്ക് സ്ട്രക്ചർ പഠിക്കാനില്ല, ബാക്കിയുള്ള എല്ലാത്തിന്റെയും സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് ഉൾക്കൊള്ളണം. സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, പോളിമറൈസേഷൻ, കമ്പഷൻ ആൻഡ് തെർമൽ ക്രാക്കിംഗ്. പോളിമറൈസേഷൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 എണ്ണത്തിന്റെ ഘടന പഠിക്കുക, ഒന്ന് അതിന്റെ പേര് പഠിക്കുക. റെഡിയാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3ാമത്തേലേക്ക് പോവാം. 3ാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ഏതെന്നറിയോ? ഇരുമ്പ് നിർമ്മാണം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കെമിക്കൽ റിയാക്ഷൻസ് വരുന്നുണ്ട്, അല്ലെ? ഒരുപാട് റിയാക്ഷൻ, അതായത് കാർബൺ ഓക്സിജനായിട്ട് ചേരുന്നു, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നതും, അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റിന്റെ വിഘടനവും ഡിസോസിയേഷനും ഒക്കെ ഉണ്ട്. അതിൽ സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കുന്ന ആ ഒരു ഇക്വേഷൻസിന്റെ ഇടയിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് കാൽസ്യം ഓക്സൈഡിനെ സിലിക്ക അല്ലെങ്കിൽ സിലിക്ക ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് മക്കളോട് ചോദിക്കുക. നമുക്കറിയാം, നമ്മൾക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്, സിലിക്ക എന്ന് പറയുന്ന സാധനം ഇത് ഗ്യാങ് ആണ് എന്ന് നമുക്കറിയാം. ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്നത് ആരാണോ അയാളെ നമ്മൾ ഫ്ലെക്സ് എന്നാണ് പറയുന്നത്. ഫ്ലെക്സും ഗ്യാങ് കൂടി ചേർന്നുണ്ടാകുന്ന കാൽസ്യം സിലിക്കേറ്റിനെ നമ്മൾ വിളിക്കുന്നത് സ്ലാഗ് എന്നാണ് വിളിക്കുക. ഈ ഒരു റിയാക്ഷൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഒരുപാട് തവണ ഇനിയും വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ കൃത്യമായിട്ടുള്ള അതിനെ മൊത്തം ഇക്വേഷൻ നോക്കണം. ഒരു പടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൂടുതൽ പഠിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഏതൊക്കെയാണ് ഫ്ലെക്സ്, ഏതൊക്കെയാണ് ഗ്യാങ്, ഏതൊക്കെയാണ് സ്ലാഗ്? ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഒരു കാരണവശാലും മക്കളോ മറന്നു വരുന്നത്. സ്ലാഗ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ലാഗ് ഫോർമേഷന്റെ ഇക്വേഷൻ എഴുതാൻ പറയും. ഗ്യാങ് ഏതാണ്,
ഗ്യാങ്ങും ഫ്ലെക്സും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ഡിഫറെന്റ് ആംഗിളിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ക്ലിയർ? ഓക്കെ, ഇതാണ് മൂന്നാമത്തെ കാര്യം. റെഡി? നാലാമതായിട്ട് നിങ്ങൾക്കറിയാം, ആറാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അല്ലെ, ഫങ്ഷണൽ ഗ്രൂപ്പ്. ക്ലിയർ? 4 ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെ, ആദ്യമായിട്ട് COOH. ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതാം, C+OOH. മക്കളെ, ഇതിനെയാണ് നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. അല്ലെ, രണ്ടാമതായിട്ട് വരുന്ന ആളാണ് OH എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. ഇതിനെയാണ് നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആളാണ് RO. ഇതിനെയാണ് നമ്മൾ ഈഥർ അല്ലെങ്കിൽ ആൽക്കോക്സി എന്ന് പറയുന്നത്. നാലാമത്തെ ആളാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നൊക്കെ വരുന്ന ഹാലോ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. ഈ 4 ഫങ്ഷൻ ഗ്രൂപ്പുകളും മക്കളെ മനസ്സിൽ തറച്ച് അല്ലെങ്കിൽ ഉറപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഈ ഭാഗത്ത് നിന്ന് സാധാരണ വരാറുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COOH അല്ലെങ്കിൽ C+OH എന്ന് പറയുന്നത് എന്ത് ഫങ്ഷൻ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഏത് ഫങ്ഷൻ ഗ്രൂപ്പാണ് എന്ന് നിങ്ങളോട് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് നേരെ തിരിച്ചു ചോദിക്കാം, കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? ഏതാണ് ഈഥർ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാം. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതുണ്ട്. ഫങ്ഷൻ ഗ്രൂപ്പ് പഠിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പോകണം. ഒരു കാരണവശാലും വിട്ടുപോകരുത്. അഞ്ചാമതായിട്ട് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 5ാമത്തെ ഭാഗം ആരാണ് എന്നുള്ളതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഒന്നുമില്ല മക്കളെ, രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഏതാണ് മക്കളെ? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ. അല്ലെ, 3 നിയമങ്ങളാണ് പഠിക്കുന്നത്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ. നേരെ തിരിച്ചു പറഞ്ഞാൽ ഏതൊക്കെയാണ്? ABC. അല്ലെ, ഓക്കെ, അവോഗാഡ്രോസ്, ബോയിൽസ് ആൻഡ് ചാൾസ്. അല്ലെ, അപ്പൊ ഇതിന്റെ ഇക്വേഷൻ കൃത്യമായിട്ട് മക്കള് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബോയിൽസ് ലോന്റെ ഇക്വേഷൻ എങ്ങനെയാണ് മക്കളെ വരുന്നത്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അല്ലെ, വ്യാപ്തം എന്ന് പറയുന്നത് മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ്. കൃത്യമായിട്ട് പഠിച്ചു നോക്കണം കേട്ടോ. എവിടെ? ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അല്ലെ, ഇനി ചാൾസ് ലോയിലേക്ക് വരിക. ചാൾസ് ലോയിൽ എന്താണ് മക്കളെ കോൺസ്റ്റന്റ്? പ്രഷർ അഥവാ മർദ്ദമാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് വരിക? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. അല്ലെ, വ്യാപ്തം താപനിലയ്ക്ക് നേർ അനുപാതത്തിലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ? അവോഗാഡ്രോസ് ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും, അല്ലെ, ടെമ്പറേച്ചറും താപനിലയും മർദ്ദവും സ്ഥിരമാണ്. അപ്പോ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ. അല്ലെ, വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലാണ് എന്നാണ്. അല്ലെ, അപ്പൊ ഇത് കൃത്യമായിട്ട് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ, ഈ 3 ലോയും പഠിക്കണം. ലോ മാത്രം പഠിച്ചാൽ പോരാ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ 2 എക്സാമ്പിൾസുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബോയിൽസ് ലോന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ആ ഒരു കുമിളകൾ, അല്ലെ, അക്വേറിയത്തിന് മുകളിലേക്ക് കുമിളകൾ ഇങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ വലുപ്പം കൂടുന്നു, അത് ബോയിൽസ് ലോ ആണ്. അല്ലെ, ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ്? ഒരു ഊതി വീർപ്പിച്ച ഒരു ബലൂൺ നമ്മൾ വെയിലത്ത് വെക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുന്നു. അല്ലെ, ഇത് ചാൾസ് ലോന്റെ എക്സാമ്പിൾ ആയിട്ട് വരാം. ഓക്കെ, അപ്പോ ലോ പഠിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഉദാഹരണങ്ങൾ പഠിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത്. അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ചിൽഡ്രൻസ്, ഗുഡ് ബൈ.